ലോ ടെസ്റ്റ് ഓൺ റസ്റ്റൺ എഞ്ചിൻ. ആ നിക്കടാ, വീഡിയോ എടുക്ക. ഈ പൊസിഷനിലാകുമ്പോൾ ഫ്യൂൽ സപ്ലൈ ഉണ്ട് ഇങ്ങോട്ട്. ആ ലോക്ക് ചെയ്തിട്ടേക്കുമായിരിക്കും ഈ റെഡ് സാധനം. അത് കഴിഞ്ഞാൽ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, അത് ക്രാങ്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. ആ ക്രാങ്ക് ചെയ്യുന്നതിന് കറക്കുന്ന സാധനം ഇവിടെ. അത് നിനക്കൊക്കെ വേണ്ടിയാ. കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സാറ് നിന്ന് ഡീകംപ്രഷൻ വാൽവ് താഴോട്ടൊക്കെ മുകളിലോട്ടൊക്കെ ആക്കി കൊള്ളിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം. അതിനുശേഷം അപ്പൊ ആദ്യം നോലോഡായിരിക്കും. അത് കഴിഞ്ഞ് ഇത് 475 RPM ആയിരിക്കണം. ആ ഓക്കെ. നോലോഡ് കണ്ടീഷനിൽ അത് 475 ആക്കുന്നതിനായിട്ട് ഇവിടെ ആക്സിലറേറ്റർ ഉണ്ട്. ഇവിടെ ആക്സിലറേറ്റർ, ആ കറക്കുന്ന സാധനം ആക്സിലറേറ്ററിൽ 475 ആക്കും. അതിനുശേഷം 10cc-ക്കുള്ള ടൈം പറയാനുള്ള ടൈം. അതവിടെ കറക്കാൻ താത്ത് നീ പോടാ അവിടെ. ഏത് ഡയറക്ഷനിലാണ് കുറയണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ലോഡ് അപ്ലൈ ചെയ്യണം. ലോഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ടായിരിക്കും കറങ്ങുന്നത്. ഓക്കെ. ആന്റി ഫോക്കസ് ആയിരിക്കും. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ ലോഡ് ഇടും. ആദ്യം അവിടെ ഇട്ടിട്ട് എപ്പോഴും മാക്സിമം, അതായത് നമ്മൾ ലോഡ് ഇടുമ്പോൾ എപ്പോഴും ആദ്യം ഇവിടെ ലോഡ് ഇടണം. മാക്സിമം ലോഡ് ഇവിടെ ആയിരിക്കണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലോഡ് ചെയ്യണം. പിന്നെ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട്, രണ്ട് പാനലും ഈക്വൽ ആയിട്ട് ലോഡ് ഇടുക. പിന്നെ റീഡിങ് എടുക്കുമ്പോൾ രണ്ട് സൈഡിലും 10 ആണെങ്കിൽ സ്പ്രിംഗ് ബാലൻസ് റീഡിങ് 10-ൽ നിന്ന് സ്പ്രിംഗ് ബാലൻസ് റീഡിങ് എത്രയാണെന്ന് വെച്ചാൽ അത് കുറയ്ക്കുക. ഇത് റീഡിംഗ് അല്ലടാ, ടോട്ടൽ റീഡിംഗ് അല്ലേ? അല്ല. ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോഡ് ഓൺ ബ്രേക്ക് ഡ്രം അല്ലേ? അതെല്ലാം ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ. ലോ ടെസ്റ്റ് ഓൺ റസ്റ്റൺ എഞ്ചിൻ ഇതാ തീർന്നിരിക്കുന്നു.